അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹായിക്കണം. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റീപ്ലൈ തരുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് കൂട്ടുകാരെ, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ സാധനമാണ്. എന്താണെന്ന് അറിയാമോ എല്ലാവർക്കും? ബസർ. നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലെ ബസറാണ് ഇതിന്റെ പേര്. വേണ്ട, ബസർ. ഇത് എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടികളിലൊക്കെ ഫിറ്റ് ചെയ്യുന്നതാണ്. കാറുകളിലല്ല, 2 വീലറിലും 3 വീലറിലും ഫിറ്റ് ചെയ്യുന്ന സാധനമാണ്. ഫ്ലാഷ് യൂണിറ്റിൽ ഫിറ്റ് ചെയ്യുന്ന സാധനമാണ്. അതായത് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ സൗണ്ട് കേൾക്കുന്ന സാധനം. അപ്പോൾ ഇത് പലർക്കും അറിയത്തില്ല എന്തിനാണ് ഇതിന്റെ പ്രയോജനം എന്നുള്ളത്. ഇതിന്റെ പ്രയോജനം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാൽ, ഒരുപാട് പ്രാവശ്യം ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. വണ്ടിയിൽ പോകുമ്പോൾ ഫ്രണ്ടിലുള്ള വണ്ടികൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഓഫ് ചെയ്യാൻ മറന്നുപോകും. അപ്പോൾ അതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഇത് കത്തി കിടക്കുന്നത് അവർ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ മീറ്ററിൽ അതിന്റെ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിലും അവരത് ശ്രദ്ധിക്കത്തില്ല. ഇപ്പൊ സൗണ്ട് ഉണ്ടെങ്കിൽ, ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ സൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുകയും, ഇപ്പോൾ തിരിയുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ തിരിഞ്ഞു കഴിഞ്ഞിട്ട് ആ സൗണ്ട് കേൾക്കുമ്പോൾ ഓഫ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയുള്ള സാധനമാണ്. അതായത് വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തിക്കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ബസറിന്റെ പ്രയോജനം. അത് അപ്പൊ പലരും, അത് ഒരുപാട് പേരല്ല, ചിലരൊക്കെ അത് വിചാരിക്കുന്നത് വഴികളെ നടന്നു പോകുന്നവർക്കും എതിരെ വരുന്നവർക്കും വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ബസറിന്റെ പ്രയോജനം എന്നാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് അങ്ങനെയല്ല, വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇതിന്റെ പ്രയോജനം. അതിനു വേണ്ടി മാത്രമാണ് ഈ ബസർ. ചില കമ്പനികളിൽ മുമ്പൊന്നും വെച്ച് കൊടുക്കത്തില്ലായിരുന്നു. ഇപ്പൊ കമ്പനികൾ വണ്ടി ഇറങ്ങുമ്പോൾ ഇപ്പൊ അതിന്റെ കൂടെ ഇത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന 2 വീലർ ആയിരുന്നാലും 3 വീലർ ആയിരുന്നാലും വണ്ടി ഓടിക്കുന്ന പലരുടെ വണ്ടിയിലും ഈ സാധനം ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻഡിക്കേറ്റർ നമ്മൾ ഇടുമ്പോൾ കത്തുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ അത് മീറ്റർ ശ്രദ്ധിക്കണം. എപ്പോഴും അത് ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഈ സാധനം വാങ്ങിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പൊ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നും ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഈ വണ്ടിയിലാണ് ഞാൻ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വാങ്ങിക്കുന്ന എല്ലാ കസ്റ്റമറിനും ഇത് ഫിറ്റ് ചെയ്യേണ്ടതേ ഉള്ളൂ. 2 കണക്ഷനേ ഉള്ളൂ. ആ 2 കണക്ഷൻ പിടിച്ച് കൊടുത്താൽ മതി. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവ്, റെഡ് പോസിറ്റീവും കറുപ്പ് നെഗറ്റീവും. അപ്പൊ 2 കണക്ഷൻ ഉണ്ട്. 2 കണക്ഷനിൽ പിടിച്ച് കൊടുത്താൽ മതി. അപ്പൊ ഇത് അഥവാ കേട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുത്താലും മതി. ഓക്കെ, അപ്പൊ നമുക്കിത് ഫിറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഫ്ലാഷ് യൂണിറ്റ് ഇരിക്കുന്നത് ഈ സൈഡാണ്, കാണില്ലേ? ഈ സൈഡാണ്. അപ്പോൾ ഇതില് 2 ലൈന് വന്നിട്ടുണ്ട്. അതായത് ഒന്ന് പോസിറ്റീവ് ലൈനും ഒന്ന് ഇൻഡിക്കേറ്ററിന്റെ ലൈനും. അപ്പോൾ ഈ ഫ്ലാഷ് യൂണിറ്റിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ബി എന്നും എൽ എന്നും എഴുതിയിട്ടുണ്ട്. അപ്പൊ ബി എന്ന് എഴുതിയിരിക്കുന്ന ക്ലിപ്പിലാണ് ഇത് നമ്മൾ പോസിറ്റീവ് കൊടുക്കേണ്ടത്. എൽ എന്ന് എഴുതിയിരിക്കുന്ന ക്ലിപ്പിൽ ബ്ലാക്കും. ഓക്കെ, നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന്റെ ബി എന്നുള്ള ലൈൻ ഇളക്കിയിട്ട് ഈ ഫ്ലാഷ് യൂണിറ്റിന്റെ ഈ നോബില്, ഈ ക്ലിപ്പിൽ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ ഇത് സ്ട്രിപ്പ് ചെയ്തിട്ട്, ഇതിന്റെ വയർ സ്ട്രിപ്പ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കയറ്റി മടക്കി വെച്ചിട്ട് ഈ ക്ലിപ്പ് കൊടുക്കുക. അടുത്ത കറുത്ത വയർ അതുപോലെ അപ്പുറത്തെ ക്ലിപ്പിൽ കയറ്റി വെച്ചിട്ട് മടക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. സംഭവം കഴിഞ്ഞു. അപ്പം നമുക്കിതൊന്ന് താക്കർ ഓൺ ആക്കിയിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കാം. അപ്പോൾ ഇത് എല്ലാവരും വാങ്ങിച്ച് ഫിറ്റ് ചെയ്യണം. പലർക്കും അറിയത്തില്ല. ചിലർ ഒരുപാട് പേര് വണ്ടി ഓടിക്കുന്നത്
ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഓഫ് ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ ഒരുപാട് സമയം ഇങ്ങനെ കത്തി കിടക്കുകയും ചെയ്യും. പുറകിൽ വരുന്നവർക്ക് ഭയങ്കരമായി കൺഫ്യൂഷൻ തോന്നുകയും ചെയ്യും. ഇവർ ഇപ്പൊ തിരിയും എന്ന് പറഞ്ഞത് എതിരെ വരുന്നവർക്ക് അതുപോലെ കൺഫ്യൂഷൻ തോന്നും. അപ്പോൾ അറിഞ്ഞിടാത്തവര്, അതായത് വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടില്ലാത്തവര് ഇത് നിർബന്ധമായും എല്ലാവരും ഫിറ്റ് ചെയ്തിരിക്കണം. നല്ലൊരു പ്രയോജനമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെയുള്ള നല്ലൊരു വീഡിയോകൾക്കായി നമുക്ക് അടുത്ത കത്തിരിക്കാം. ഓക്കെ.